അത് പറഞ്ഞപ്പോഴാ ബിറ്റ്ഗെറ്റിലെ പ്രൈസ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ അതെന്താ ഒരു കോയിൻസിഡൻസ് പോലെ നമ്മൾ ആ വീഡിയോ എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയം എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാൻ ഒത്തിരി സമയ വ്യത്യാസമൊന്നുമില്ല. വീഡിയോ എടുത്ത് ഒരു 2 മണിക്കൂറിനുള്ളിൽ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ 0.0012 കിടന്ന വിലയിൽ കിടന്ന ഡോഗാണ് ഒറ്റയടിക്ക് കയറി 0.002-ലെത്തി. 2-3 വരെല്ലാം കേറിയിട്ട് ഇറങ്ങി ഇറങ്ങി രാത്രിയൊക്കെ പൊലച്ചക്ക്. അതെ, അത്രയ്ക്ക് ഒരു പ്രൈസ് ഡിഫറൻസ്. അത് പറയുകയാണെങ്കിൽ ബിനാൻസ് വന്നു, ബിനാൻസിന്റെ ഒരു സപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ ഡോഗ്സ് ഒരു ഒറ്റ കയറ്റോട് കയറി ഈ റോക്കറ്റ് ഒക്കെ അപ്പൊ ഡോഗ്സിനെ പറ്റി പറയുമ്പോഴാണ് ഞാനിങ്ങനെ ഇൻസ്റ്റ ഇങ്ങനെ ബ്രൗസ് ചെയ്യുമ്പോൾ എനിക്കൊരു ആഡ് വന്ന് ഈ ഡോഗ്സ് എയർ ഡ്രോപ്പിൽ പങ്കെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആഡ് സംഭവം ലിങ്ക് ഞെക്കി നോക്കുമ്പോൾ വേറൊരു സ്കാം ബോട്ടിലേക്കാണ് പോകുന്നത്. അതിനായിട്ട് കണക്ട് വാലറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമുണ്ട്. നമ്മളൊരു സ്കീം എന്ന് വെച്ചാൽ നമ്മൾ വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് മൊത്തം വരിക്കാനുള്ള ഒരു ടൈപ്പ് ഒരു സ്കാമാണത്. അപ്പൊ അങ്ങനത്തെ സ്കാമിലൊന്നും ആരും വീഴാണ്ടൊക്കെ. ഒരിടത്തും നിങ്ങൾ വേറെ വാലറ്റ് കൊണ്ട് കണക്ട് ചെയ്യരുത്. ഒരു തവണ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് മൊത്തം പോയി കിട്ടും. വലിയ നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള എയർ ഡ്രോപ്സിൽ മാത്രം, അല്ലെങ്കിൽ ഒരു സ്കീം എന്ന് വെച്ചാൽ ഓരോ എയർ ഡ്രോപ്പിന് ഓരോരോ വാലറ്റ് വേറെ ഉണ്ടാക്കുക. അതാ നല്ലത്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സിബിൽ പോലത്തെ വിഷയങ്ങൾ വരും ആൾക്കാർക്ക്. എന്ന് വെച്ചാൽ നമുക്ക് എയർ ഡ്രോപ്പ് തരുന്നവർക്ക് നമ്മളെ ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥയാവും. അതുകൊണ്ട് ഒരു വാലറ്റിൽ തന്നെ ഉറച്ചു നിൽക്കാൻ നോക്കുക. പിന്നെ അറിയത്തില്ലാത്ത സൈറ്റുകളിലും ഇതുപോലത്തെ സ്കാമുകളിലും സൈറ്റ് പോയിട്ട് അറിയാത്തവരെങ്കിലും എന്താ വിചാരിക്കോ ഡോഗ്സ് ക്രിയേറ്റ് കിട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കണ്ടായിരുന്നു. ഓ കറക്റ്റ് ഡോഗ്സിന്റെ അതേപോലെ തന്നെ യൂസർ നെയിം മാത്രം, ബോട്ടിന്റെ യൂസർ നെയിം മാത്രം മാറ്റുള്ളൂ. അതും ചെറിയ എന്താ മാറ്റം. അപ്പൊ നിങ്ങൾ അറിയുന്ന ഒരു കാര്യം വെച്ചാൽ ഒരിക്കലും ഒരു എയർ ഡ്രോപ്പ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ആഡ് ഇടുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതൊന്നും സൂക്ഷിച്ച് കണ്ട് പറയാൻ പറ്റില്ല. ഹാംസർ ഒന്നല്ല, ഹാംസർ ആഡ് ഇട്ടില്ല അതുവരെ. ഹാംസർ ആഡല്ല, പ്രൊമോഷൻ ആയിരുന്നു. പ്രൊമോഷൻ ഓര് ചെയ്തതെന്ന് വെച്ചാൽ ഓരല്ലാണ്ട് തന്നെ യൂട്യൂബിൽ വ്യൂവേഴ്സിനെ കൂട്ടിയാണ് ഓരോ ഗെയിമെന്ന്. അല്ലാണ്ട് ഈ പൈസ കൊടുത്ത് ആഡ് റൺ ചെയ്യുന്ന പരിപാടി അവർക്കില്ല. ഇതെന്ന് പറഞ്ഞാൽ സ്കാം തന്നെ പക്ക. മാക്സിമം ഈ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിച്ചിട്ട് ഓരോ വാലറ്റിൽ നിന്ന് ഫണ്ട് ആയിരിക്കും. ഡോഗ്സ് കളിച്ചവർ തന്നെ അത് ചെയ്തിട്ടുണ്ടാവും. അധികം അറിയാതെ ഒരു വാലറ്റ് കണ്ടായി പോയിട്ട് ലാസ്റ്റ് ഉള്ള ഡോഗ്സ് എന്തിനു വേണ്ട, വേറെ ഫണ്ടൊന്നും വേണ്ട, നമുക്ക് ഉണ്ടാക്കിയ ഡോഗ്സ് തന്നെ പോയി കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ നഷ്ടമായി പോകും. അത് ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു സംഖ്യന്റെ ഒരു നഷ്ടം വരുന്നു. അതെ, അപ്പൊ അതൊന്ന് സൂക്ഷിക്കുക എല്ലാവരും. സംബന്ധം വെച്ചാൽ നമ്മളൊരു ഫ്രണ്ടിന് ഇതേപോലെ ഒരു സ്കാം കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്തിട്ട് വാലറ്റ് കണക്ട് ചെയ്തിട്ട് അറിയില്ല മറ്റേ $400 പോയ 400+ കിട്ടാനുണ്ടായ എയർ ഡ്രോപ്പിലെ ഫണ്ടും കൂടെ അവന് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്കാം സൈറ്റുകളിലൊന്നും പോയിട്ട് കണക്ട് ചെയ്യാണ്ടൊക്കെ നമ്മള് സൂക്ഷിച്ച് കണ്ടൊക്കെ വാലറ്റ് കണക്ട് ചെയ്യുക. കാരണം മൊത്തം ഫണ്ട് പോകും. എയർ ഡ്രോപ്പ് ഒക്കെ പോയി. അതെ, ആരും പോയി കഴിഞ്ഞാൽ ആരോടും പറയാനില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ബാങ്കിൽ നിന്ന് പൈസ പോയി കഴിഞ്ഞാൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന പോലെ നമുക്ക് ക്രിപ്റ്റോയിൽ ആർക്കും കംപ്ലൈന്റ് കൊടുക്കാനൊന്നുമില്ല. ക്രിപ്റ്റോന്റെ പ്രോയും കോണും ആക്ച്വലി സെയിം സംഭവം. ഒരു അതോറിറ്റി ഇല്ല എന്നുള്ളത്. സെക്യൂരിറ്റി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ ഫണ്ടാണ് നിങ്ങളുടെ കയ്യിലാണ്. വേറെ ആർക്കും അതിന് ഉത്തരവാദിത്തം പറയാൻ പറ്റില്ല. മൊത്തം റെസ്പോൺസിബിലിറ്റി ഈസ് വിത്ത് ദ പീപ്പിൾ, യൂസേഴ്സ്. അല്ലേ? അത് പറഞ്ഞപ്പോഴാണ് മറ്റേ വസീറക്സിന്റെ മറ്റേ ഹാക്ക് സംഭവിച്ചില്ലായിരുന്നു. മറ്റേ ഡാറ്റ ക്രെഡൻഷ്യൽസ് എല്ലാം പോയതില്ല, മൊത്തം പോയി. അവരുടെ ഫണ്ട് പോയി. അവരുടെ അത് ഏതാ മറ്റേ ഇതായിരുന്നു, മൾട്ടിസിഗ് വാലറ്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ല അവിടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. 5-6 പേരുടെ സിഗ്നേച്ചർ കിട്ടിയാൽ മാത്രമേ ആ ഫണ്ട് ട്രാൻസ്ഫർ ആക്കാൻ പറ്റത്തുള്ളൂ. അവിടുന്ന് വരെ ഹാക്കേഴ്സ് അത് ഹാക്ക് ചെയ്ത് അടിച്ചുകൊണ്ടുപോയി. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഒരു കഷ്ടപ്പെട്ട ഹാക്കേഴ്സ് കഷ്ടപ്പെട്ടായിരിക്കും. ഇത് ഒരു വരി ഹാക്കേഴ്സ് നമ്മൾ പ്ലേറ്റിൽ സാധനം വെച്ചു കൊടുക്കണ വരിക. അവര് കഷ്ടപ്പെട്ട് എടുത്തു. എന്തായാലും അവർ എടുത്തു. ആ പോയിന്റ് എന്താ, അവർക്ക് എടുക്കാൻ സാധിച്ചു. അത്ര സെക്യൂരിറ്റി ഉണ്ടായിരുന്ന വാലറ്റ് വരെ അവർക്ക് എടുക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാരുടെ വാലറ്റ് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിലേ പണി വാളും. അവസാനം പിന്നെ കരണ്ട് മുട്ടിപ്പായിട്ട് കരയേണ്ടി വരും. അവസാനം നമ്മള് കണ്ടതാണ് കുറെ ആൾക്കാർ അങ്ങനെ കരയുന്നത് പോയിട്ട്. വസീറക്സിന് പറയാനാണ് അവർ ബൗണ്ടി ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ അതുപോലെ വെക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നമ്മളെ പൈസ പോയാൽ പോയി. അല്ല, ഇത് വസീറക്സിന്റെ എപ്പോഴും ബൗണ്ടി ഇല്ലേ? ഏത് ബൗണ്ടി ഉണ്ട്? ബൗണ്ടി നിന്നിട്ടൊന്നുമില്ല. ബൗണ്ടി ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇതുവരെ സംഭവം റിക്കവർ ആയിട്ടില്ല. ഹാക്കേഴ്സ് ആരെ കിട്ടിയില്ല. ആരാന്ന് പറഞ്ഞ് പിടിക്കാന് വല്ല റഷ്യൻ മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ അവിടുത്തെ റഷ്യൻ ഹാക്കേഴ്സ് ആണ്, നോർത്ത് കൊറിയൻ ഹാക്കേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് പലയിടത്തുനിന്ന് ട്വീറ്റും കാര്യങ്ങളും ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷേ ചൈനയിലൊരു ടീമുണ്ട് ഹാക്കേഴ്സ്. ഇത് ഇങ്ങനെ തന്നെ ഹാക്ക് ചെയ്യാനായിട്ട് കാണും. ഗവൺമെന്റ് ഫണ്ടഡ് ടീമുണ്ട്. ട്രാക്കബിൾ മണി എന്ന് വേണേ പറയാം. അതെ, എന്താണ് ആരും ചോദിക്കാനും പറയാനില്ല. അൺട്രാക്കബിൾ ഞാൻ പറഞ്ഞ ഒരു ഇതില് പറഞ്ഞതാണ്. ട്രാക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. ട്രാക്കെല്ലാം ചെയ്യാം. ബ്ലോക്ക് ചെയിൻ എക്സ്പ്ലോറർ വെച്ചിട്ട് അങ്ങനെ എങ്ങോട്ടാ പോയാന്നെല്ലാം മനസ്സിലാവും. പക്ഷെ ആരതാണ് ഒരു റിയൽ വേൾഡ് ആയിട്ട് ഇത് കോറിലേറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അതാണ് ഒരു പ്രശ്നം. അതുകൊണ്ടാണ് പല പല സ്കാം പരിപാടിക്കും പിന്നെ ഷേഡി മറ്റേ എന്താ പറയാ നമ്മളെ ഡീലിങ്സിനെല്ലാം ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയല്ലേ മറ്റേ ഇതിന്റെ മൊണേറോടെ. അതാണെങ്കിൽ ഇത് പിന്നെ നമുക്ക് എക്സ്പ്ലോറിനകത്ത് പോയി തപ്പാം. മൊണേറോ അതുപോലെ ഇല്ല. അത് കിട്ടിയാ കിട്ടി, പോയാ പോയി, അത്രേ ഉള്ളൂ.